ഹലോ മക്കളെ, ഹായ്. നമ്മുടെ രാജ്യത്തുടനീളമുള്ള MBBS സ്വപ്നം കാണുന്ന കുട്ടികൾക്കും അവരുടെ പാരൻസിനും വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. എന്താണെന്നല്ലേ, നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്ത വർഷം നമ്മുടെ രാജ്യത്ത് 10,000 മെഡിക്കൽ സീറ്റുകൾ പുതിയതായി കൊണ്ടുവരുമെന്ന്. മാത്രമല്ല, അടുത്ത 5 വർഷം കൊണ്ട് 75,000 MBBS സീറ്റുകൾ നമ്മുടെ രാജ്യത്ത് പുതിയതായി കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് ധനമന്ത്രി ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കൂ, MBBS സ്വപ്നം കാണുന്ന ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് അധികമായിട്ട് വന്നാൽ എൻ്റെ കട്ട് ഓഫ് മാർക്ക് ഒരു ഇത്തിരിയെങ്കിലും കുറയുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് MBBS കിട്ടാനുള്ള സാധ്യത കൂടുമല്ലോ എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന കുട്ടികളാണ് എല്ലാവരും. നോക്കൂ, ഇന്നത്തെ എല്ലാ ന്യൂസ് പോർട്ടലുകളുടെയും പ്രധാനപ്പെട്ട വാർത്ത, NDTV മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ന്യൂസ് പോർട്ടലുകളുടെയും പ്രധാനപ്പെട്ട ഒരു തലക്കെട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്നാൽ അതേ സമയത്ത് നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികൾക്ക് പല സംശയങ്ങളുണ്ടാവും. നോക്കൂ, ഈ ഒരു വാർത്ത പുറത്തു വന്ന് ഏകദേശം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ കുട്ടികൾ നിരന്തരമായി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാറേ ഇപ്രാവശ്യം കട്ട് ഓഫ് കുറയുമോ, അതുപോലെ തന്നെ ഈ വർഷം, അതായത് ഞങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസിൽ തന്നെ ഈ 10,000 പുതിയ സീറ്റുകൾ വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുട്ടികളെ, ഇതിൽ ഒരു കാര്യമുള്ളത്, അടുത്ത വർഷം എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം 10,000 പുതിയ സീറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ഓരോ വർഷവും മെഡിക്കൽ സീറ്റുകൾ കൂടണം. നമ്മുടെ രാജ്യത്ത് ഡോക്ടേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള കുറവുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത്യാവശ്യം ഡോക്ടേഴ്സൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും രാജ്യത്ത് നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഡോക്ടേഴ്സിൻ്റെ വലിയ കുറവുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ മെഡിക്കൽ സീറ്റുകൾ കൂടുതൽ നല്ലതാണ്. വരും വർഷങ്ങളിൽ ഓരോ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള കാര്യമാണ്. എന്നാൽ ഈ വർഷം നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യം അതായിരിക്കും അല്ലേ, ഈ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ. അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ, ധനമന്ത്രി അടുത്ത ഈ അക്കാദമിക് ഇയറിൽ, അതായത് ഇപ്രാവശ്യം നീറ്റ് എഴുതി നെക്സ്റ്റ് ഇയർ വരുന്ന കുട്ടികൾക്ക് ഈ 10,000 സീറ്റിൻ്റെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. കൂടാതെ തന്നെ ഏതൊക്കെ മെഡിക്കൽ കോളേജുകളിലാണ് ഈ സീറ്റുകൾ അനുവദിക്കാൻ പോകുന്നത്, ഇനി ഈ സീറ്റ് ഏതെങ്കിലും പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിക്കൊണ്ട് അനുവദിക്കുകയാണോ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ സാധാരണ ഫ്രഷായി അങ്ങ് തുടങ്ങുകയൊന്നുമല്ല പലപ്പോഴും ചെയ്യാറ്. ഉള്ള ഹോസ്പിറ്റലുകളെ പലതിനെയും മെഡിക്കൽ കോളേജുകളാക്കി ഉയർത്തിക്കൊണ്ടൊക്കെയാണ് തുടങ്ങുക. അപ്പോൾ ഏത് രീതിയിലാണ് ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു പ്രസംഗത്തിൽ അവർ ഒരു വാഗ്ദാനമായി, അല്ലെങ്കിൽ ഈ പ്രാവശ്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന കാര്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കൂ, സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് അനുവദിക്കുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നോക്കൂ, വെറുതെ അങ്ങോട്ട് സീറ്റ് ഇല്ല. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 250 MBBS സീറ്റുകളുണ്ട്. അതൊരൊറ്റ അടിക്ക് വെറുതെ 400 ആക്കാൻ പറ്റൂല, ഒരൊറ്റ അടിക്ക് വെറുതെ 300 ആക്കാൻ പറ്റൂല. അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. NMC മുന്നോട്ട് വെക്കുന്ന ക്രൈറ്റീരിയകൾക്ക് അടിസ്ഥാനപരമായി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന്, ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നാം കേട്ടോ, സാറേ ഞങ്ങൾക്ക് ഹോപ്പ് തരേണ്ട സാറ് ഇതിൻ്റെ നെഗറ്റീവ് പറയല്ലേ എന്ന്. പക്ഷേ ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞുതരാം. പെട്ടെന്ന് അങ്ങോട്ട് 10,000 സീറ്റ് ഇൻക്രീസ് ചെയ്യാനൊന്നും പറ്റൂല. അതിന് NMCയുടെ ഗൈഡ് ലൈനൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമുക്കറിയാം, കേന്ദ്ര സർക്കാരാണ്, അവർ എന്ത് ഗൈഡ് ലൈനെയും അവർ പുതിയ ഗൈഡ് ലൈനുകൾ ഉണ്ടാക്കിക്കൊണ്ട് മറികടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ വല്ല അത്ഭുതങ്ങൾ സംഭവിച്ച് വളരെ പെട്ടെന്നൊരു സീറ്റ് ഇൻക്രീസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പ്രാവശ്യം എൻട്രൻസ് എഴുതുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇതൊരു പക്ഷേ അടുത്ത വർഷം, അതായത് ഈ പ്രാവശ്യം കഴിഞ്ഞാൽ അടുത്ത തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഇപ്പോൾ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഉപകാരം കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ പുതിയ MBBS സീറ്റുകളും അനുവദിക്കപ്പെടുമ്പോൾ അതിനുള്ള ചില ക്രൈറ്റീരിയകൾ, ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ എല്ലാം ഒരുക്കേണ്ടതുണ്ട്. അധ്യാപക നിയമനങ്ങൾ നടക്കണം, ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് നടപ്പാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ കുട്ടികൾ, കാരണം ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം,
നമ്മൾ നടപ്പാവൂല എന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം തന്നെ നമുക്ക് ഈ സീറ്റുകൾ അധികമായി കിട്ടിയാൽ നമ്മുടെ കട്ട് ഓഫ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമാണ്. എന്നാൽ പല കുട്ടികളും ഇങ്ങനെ ഒരു സാധനമൊക്കെ കണ്ടിട്ട് പഠിത്തം കുറച്ച് സ്ലോ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്തിരി കുറച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് ഈ ഒരു ഇൻക്രീസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ അതേ സമയത്ത് നോക്കൂ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ MBBS കിട്ടിയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കൂ എന്ന ഒരു ആറ്റിറ്റ്യൂഡോടെ റിപ്പീറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അഥവാ നമ്മുടെ റാങ്ക് ഒരു പൊടിക്ക് പ്രാവശ്യം താന്നാലും നമ്മൾ അടുത്ത പ്രാവശ്യം ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്തിയിരിക്കുമെന്ന ഒരു വാശിയിലുള്ള പഠനമാണ് കേട്ടോ റിപ്പീറ്റിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികൾ ആ ഒരു അടിസ്ഥാനത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം തന്നെ കിട്ടട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം സീറ്റുകളുടെ എണ്ണം ഗഹനമായിട്ട് വലിയ രീതിയിൽ കൂടുകയാണല്ലോ, അപ്പോൾ നമ്മുടെ സാധ്യത വർദ്ധിക്കും എന്ന ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു റിയൽ സൈഡ് കൂടെ പറഞ്ഞു തന്നു. കാരണം പലരും പറയാതെ പോകുന്നൊരു കാര്യമാണ്, ആ ഒരു റിയൽ സൈഡ് കൂടെ പറഞ്ഞ് തന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.